നമസ്കാരം. ബിസിനസ് പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് തിരൂർ സ്വദേശിയിൽ നിന്ന് 1 കോടി രൂപയും 125 പവനും തട്ടിയെടുത്ത കേസിൽ ഒളിവിലായിരുന്ന യുവതി അറസ്റ്റിൽ. 3 വർഷത്തോളം വിവിധ സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞ പടിഞ്ഞാറക്കര സ്വദേശിനി ഷീന എന്ന് വിളിക്കുന്ന സജ്നയാണ് തിരൂർ പോലീസ് പിടികൂടിയത്. തട്ടിപ്പിന് കേസെടുത്തതോടെ കഴിഞ്ഞ 3 വർഷമായി വിവിധയിടങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു യുവതി. പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതി മുൻകൂർ ജാമ്യത്തിനായി സുപ്രീം കോടതി വരെ സമീപിച്ചിരുന്നു. എന്നാൽ കേസിന്റെ ഗൗരവം മനസ്സിലാക്കി കോടതികളെല്ലാം ജാമ്യാപേക്ഷ തള്ളി. ഇതോടെയാണ് സജ്ന പിടിയിലാകുന്നത്. തിരൂർ സ്വദേശി ആരംഭിക്കാനിരുന്ന റൈസ് മിൽ ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞാണ് സജ്ന പരാതിക്കാരനിൽ നിന്നും സ്വർണവും പണവും തട്ടിയത്. കബളിപ്പിക്കപ്പെട്ടെന്ന് മനസ്സിലായതോടെ ഇദ്ദേഹം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. 2016 മുതൽ 2020 വരെയുള്ള കാലയളവിൽ പല തവണകളായിട്ടാണ് തിരൂർ സ്വദേശിയിൽ നിന്ന് യുവതി പണവും സ്വർണവും കൈക്കലാക്കിയത്. റൈസ് മിൽ ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് വിശ്വാസവും പിടിച്ചുപറ്റി. എന്നാൽ പണം ട്രഷറിയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും ആദായ നികുതി വകുപ്പിന്റെ ക്ലിയറൻസ് ലഭിക്കാത്തതിനാൽ ഇത് പിൻവലിക്കാനാകില്ലെന്നും പറഞ്ഞ് പ്രതി ഇദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു. ആദായ നികുതി വകുപ്പിൽ നിന്നുള്ള പ്രശ്നങ്ങൾ തീർക്കാതെ പണം കിട്ടില്ലെന്നും പറഞ്ഞു. തുടർന്ന് ഈ തടസ്സങ്ങൾ നീക്കാനെന്ന് പറഞ്ഞാണ് പല ഘട്ടങ്ങളിലായി പരാതിക്കാരനിൽ നിന്നും 1 കോടി രൂപയും 125 പവൻ സ്വർണവും കൈക്കലാക്കിയത്. പിന്നീട് സജ്നയെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാതെയായി. കബളിപ്പിക്കപ്പെട്ടെന്ന് മനസ്സിലായതോടെ പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ പോലീസ് കേസെടുത്തതോടെ സജ്ന ഒളിവിൽ പോവുകയായിരുന്നു. കഴിഞ്ഞ 3 വർഷമായി പാലക്കാട്ടെ വിവിധയിടങ്ങളിലാണ് യുവതി ഒളിവിൽ താമസിച്ചിരുന്നത്. എന്നാൽ ഇവരെ തേടി പോലീസ് അന്വേഷണവും വ്യാപിപ്പിച്ചിരുന്നു. 2 ആഴ്ച മുൻപ് പ്രതി താനൂർ മൂലക്കലിൽ താമസിക്കാനെത്തി. ഈ വിവരം അറിഞ്ഞതോടെയാണ് തിരൂർ പോലീസ് സംഘം വീട് വളഞ്ഞ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. യുവതി ഒരു സ്ഥിരം തട്ടിപ്പുകാരിയാണെന്നാണ് സൂചന. തിരൂർ സ്വദേശിക്ക് പുറമെ മറ്റ് പലരിൽ നിന്നും പ്രതി പണം തട്ടിയെടുത്തതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിലൂടെ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. തിരൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു.